ചില വീടുകളുടെ ഏറ്റവും വലിയ പരാതിയാണ്, ചില ആളുകളുടെ പ്രശ്നമാണ്, ബറക്കത്തില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നിനും ബറക്കത്തില്ല. സമ്പത്തുണ്ട്, പൈസയൊക്കെ വരുന്നുണ്ട്, ഒന്നിനും തികയണില്ല എന്ന് പരാതി പറയുന്നവർ, വീട്ടിലൊരു ബറക്കത്തില്ല എന്ന് പറയുന്നവർ, ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും ഈ 4 സ്വഭാവമുള്ള പുരുഷന്മാരാണ് നിങ്ങളുടെ വീടിന്റെ ബറക്കത്തില്ലായ്മ. നമ്മുടെ ഭർത്താക്കന്മാരിൽ 4 സ്വഭാവമുണ്ട് എങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല. ഭാര്യ എത്ര മുത്തക്കിയാണ്, മുഖ്ലിസാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആ വീട്ടിൽ പ്രശ്നമാണ് എന്ന് മഹാരഥന്മാർ പറഞ്ഞ അനുഭവത്തിലൂടെ എഴുതി വെച്ച ആ 4 സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ സ്വഭാവ ഗുണമുള്ള വീട്ടിൽ ബറക്കത്തില്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയായിരിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ വാതായനങ്ങൾ അല്ലാഹു തുറന്നിട്ട് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷെഫീഖ് ബദിരിക്കുന്ന ഈ ചാനലിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ബുധനാഴ്ചയാണ്. എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധവും പരിപാവനവുമായ പൊതുവായ കാര്യങ്ങളെ പറ്റി, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ചില പരാതികൾ നമ്മുടെ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ, ഉസ്താദെ വീട്ടിൽ ബറക്കത്തില്ല, കടങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, നിസ്കാരമുണ്ട് പക്ഷേ ദുആകൾക്കൊന്നും ഇജാബത്തില്ല, വീട്ടിൽ പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്, ആവലാദികളാണ്, വേവലാദികളാണെന്ന് പറയുന്ന 100 കണക്കിന് വേവുന്ന നീറുന്ന പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ പലർക്കുമുള്ള പ്രശ്നമാണ്. വീട്ടിലെ ഉമ്മ നിസ്കാരമുണ്ട്, കൃത്യമാണ്, ഒരു ദിവസം പോലും വാക്കയെ മുടങ്ങൂല, ഒരു ദിവസം പോലും തബാറക്ക മുടങ്ങൂല, ഒരു ദിവസം പോലും യാസീൻ മുടങ്ങൂല, ഒരൊറ്റ തഹജ്ജുദ് മുടക്കൂല, പക്ഷെ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ, വീട്ടിലെപ്പോഴും പ്രയാസങ്ങൾ. അതെന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് എത്രയോ ആളുകൾ നമ്മളോട് പറയാറുണ്ട്. അൽഹംദുലില്ലാഹ്. അതിന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന 4 കാര്യങ്ങളുണ്ട്. നമ്മൾ എല്ലാ പ്രസംഗങ്ങൾ നോക്കിയാലും ചില കാര്യങ്ങൾ നോക്കുമ്പോൾ സ്ത്രീയാണ് പ്രശ്നം, സ്ത്രീകളിലാണ് പ്രശ്നം, സ്ത്രീ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സ്ത്രീയാണ് വീടിനെ സംരക്ഷിക്കണം എന്നൊക്കെ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ പറയുന്നത് പുരുഷന്മാരെ പറ്റിയാണ്. ഈ 4 സ്വഭാവമുള്ള പുരുഷന്മാരുള്ള വീട്ടിൽ ബറക്കത്തില്ല. ഭർത്താവാകട്ടെ, സഹോദരനാകട്ടെ, ഈ ആണുങ്ങളായിട്ടുള്ള 4 സ്വഭാവം ഏതെങ്കിലും ഒരു ആണിൽ ഉണ്ട് എങ്കിൽ ആ പുരുഷൻ ജീവിക്കുന്ന വീട്ടിൽ ബറക്കത്തില്ല. രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ് എന്ന മഹാരഥന്മാർ. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ കേൾക്കുന്ന 4 കാര്യങ്ങൾ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ ഭർത്താക്കൾ ഉണ്ട് എങ്കിൽ, മക്കളിലുണ്ട് എങ്കിൽ, നമ്മുടെ സഹോദരനിലുണ്ട് എങ്കിൽ അത് അവരെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി നാം മുന്നിട്ടിറങ്ങിയാൽ ഉറപ്പായും വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകുമെന്നാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയമാണ് നമുക്കുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം, ജോലിക്ക് പോകാത്ത ഭർത്താവ്. ജോലിക്ക് പോകൂല, മടിയാണ്, രോഗമായി കിടക്കാണ്, അതല്ല പെൻഷനായി, ഗവൺമെന്റ് ജോലിയായിരുന്നു, പെൻഷനായി, ഇപ്പൊ വീട്ടിലാണ്, അതുമല്ല, ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്റർവ്യൂ ഒക്കെ നോക്കി വിളിച്ചാൽ മതി, അതിന് കാത്തിരിക്കുന്നു, അവരെ കുറിച്ചുമല്ല. പിന്നെയോ, വിവാഹത്തില് ഒരു സമ്പത്തുള്ള വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടി, അപ്പൊ ഓക്ക് അൽഹംദുലില്ലാഹ് സാമ്പത്തികമായ കുറച്ച് ഭദ്രതകളുണ്ട്, ഒരൊറ്റ മോളാണ്, ആ പെണ്ണിന്റെ വാപ്പാക്ക് നല്ല സമ്പത്തൊക്കെ ഉണ്ട്, മോനെ എല്ലാ റാഹത്താണ്, അപ്പൊ അതുകൊണ്ട് എന്താവശ്യത്തിന് അവിടെ ചെന്നാലും പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോകും. അങ്ങനെ ഭാര്യയുടെ സമ്പത്തിൽ പറ്റി ജീവിക്കുന്ന ആൾ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, മടിയായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാരുള്ള വീട് ബറക്കത്തില്ല. ഇനി എത്ര വലിയ സമ്പത്ത്, ബിസിനസ്സിലൊക്കെ എന്ത് ചെയ്യാ, അതായത് സമ്പത്ത് വരുന്നുണ്ട്, മക്കൾ സമ്പത്തുണ്ട്, ഭാര്യക്ക് സമ്പത്തുണ്ട്, ഭാര്യക്ക് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോവാണ്, ഭർത്താവ് അതുകൊണ്ട് ജോലിക്ക് പോകണില്ല, ആ വീട്ടില് ബറക്കത്തില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചിലവിന് കൊടുക്കുന്ന വീട്ടിൽ ബറക്കത്തുണ്ട്. വാപ്പാ, സഹോദര, നീ നിന്റെ സമ്പത്തിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണമാണ് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത്, നിന്റെ മക്കൾക്ക് കൊടുക്കുന്നത്, നിന്റെ സമ്പത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ കാര്യങ്ങളിലെല്ലാം ബറക്കത്തുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം കഴിക്കാൻ പക്വമായി പാകമായി എന്ന തെളിവ് എന്താണ്? അതിന്റെ ഒരു ഡിമാൻഡ് എന്നാണ്, മാനദണ്ഡം എന്താണ്? വിവാഹം കഴിക്കാൻ പ്രായമാവുക മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞത് മനിസ്തതാഅ മിൻകുമൽ ബാഅത ഫലതസവ്വജ്. മുത്തുനബി തങ്ങൾ പറഞ്ഞത് വിവാഹത്തിന് പ്രായമെത്തിയാൽ, വിവാഹത്തിന് പ്രായമെത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ കഴിവവനുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാവുന്നതാണ്. വാപ്പാടെ സമ്പത്ത് നോക്കി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സമ്പത്ത് നോക്കി വിവാഹം കഴിക്കാനല്ല വിവാഹം. മനിസ്തതാഅ മിൻകുമൽ ബാഅത ഫലതസവ്വജ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കോടീശ്വരനാകണമെന്നില്ല, കൂലിപ്പണിയാണ്, പ്രശ്നമില്ല. എന്നാൽ ചെലവിന് കൊടുക്കാൻ കഴിയുക. നാം ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും നല്ല സമ്പത്ത് അത് ഭാര്യയ്ക്ക് ചെലവാക്കുന്ന സമ്പത്താണ്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്താണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, ഇനി ജോലിക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. ജോലിക്ക് പോകും, പക്ഷെ കുടുംബത്തിൽ കൊടുക്കൂല, അവിടെയും ബറക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ജോലിക്ക് പോകൂല, മടിയായിട്ട് വീട്ടിലിരിക്കും. അതിന്റെ മറ്റൊരു വെർഷനാണ് ജോലിക്കൊക്കെ പോകും, പ്രവാസിയാണ്, ഗൾഫിലാണ്, നാട്ടിൽ പൈസ അയച്ചു കൊടുക്കൂല. ഓൾ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം. ഓള് പാത്രം കഴുകുകയും അയൽവൊക്കെ വീട്ടിലൊക്കെ ജോലിക്ക് പോയി മക്കളെ പോറ്റും, തൊഴിലുറപ്പിന് പോയി അങ്ങനെ ജോലിക്കൊക്കെ പോയി കുടുംബം പോറ്റും. ഓനിങ്ങനെ സമ്പത്ത് ഇങ്ങനെ അക്കൗണ്ട് ഇട്ട് ഇങ്ങനെ അവനെ അടിച്ച് പൊളിച്ച് ലാഭിച്ച ജീവിക്കുക. അവന്റെ ജോലിയിലോ അവന്റെ തൊഴിലുകളിലോ അവന്റെ ഇടപാടുകളിലോ ആ വീടുകളിലോ ബറക്കത്തില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുക, ജോലിക്ക് പോവുക, കുടുംബത്തെ നോക്കുക. ആ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഓരോ നാണയത്തൊട്ടും, അത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമൊന്നുമില്ല, ഭക്ഷണം വാങ്ങാൻ, മീൻ വാങ്ങുക, മരിച്ചീനി വാങ്ങുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ആകുമ്പോൾ സാധനങ്ങൾ നന്നാക്കുക, ഇതൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ ചെലവാക്കലാണ്, അതൊക്കെ ബറക്കത്താണ്. അതില്ലാത്ത വീട്ടിൽ ബറക്കത്തില്ലെന്ന് മഹാരഥന്മാർ. രണ്ടാമത്തെ വിഷയം, നമസ്കാരമില്ലാത്ത ഭർത്താവ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമസ്കാരമില്ലാത്ത ഭർത്താവ്. ഉമ്മ ഒരൊറ്റ തഹജ്ജുദ് മുടക്കൂല, ഒരൊറ്റ ളുഹ മുടക്കൂല, ഒരൊറ്റ മജ്ലിസ് മുടക്കൂല, ഒരൊറ്റ ദുആ മുടക്കൂല, ഒരൊറ്റ ഹദ്ദാദ് ചൊല്ലാതിരിക്കൂല. എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. 100 മാർക്ക് ഉണ്ടെങ്കിൽ 101 മാർക്ക് ഉമ്മക്ക് കൊടുക്കാം. വാപ്പയോ സുബൈന്റെ സമയത്ത് കാള പോലെ കിടന്നുറങ്ങാൻ, ളുഹറിന്റെ സമയത്ത് കടയിലാണ്, തിരക്ക ഉസ്താദെ. അസറിന്റെ സമയത്ത് ഉച്ച ഉറക്കത്തിലാണ്, മഗ്രിബിന്റെ സമയത്ത് തിരക്കല്ല ഉസ്താദെ, ഇശായുടെ സമയത്ത് കട അടയ്ക്കണ സമയമില്ല ഉസ്താദെ. നിസ്കാരമില്ല, ആ വീട്ടിൽ ബറക്കത്തില്ല. എങ്ങനെയാണ് ബറക്കത്ത് ഉണ്ടാവുക? ഭാര്യ മാത്രം നിസ്കരിച്ചാൽ പോരാ, ഭാര്യ നിസ്കരിച്ചാൽ കൂലിയില്ല എന്നല്ല, അതെവിടെ കിട്ടും? അത് അള്ളാന്റെ അടുക്കൽ ഖബറിൽ ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം ആ ഉമ്മക്ക് കിട്ടും. വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ മക്കൾ നിസ്കരിക്കണം. ഉമ്മ മാത്രം നിസ്കരിച്ചാൽ പോരാ, വാപ്പ മാത്രം നിസ്കരിച്ചാൽ പോരാ, നമ്മുടെ മക്കളും നിസ്കരിക്കുന്നവരാവുക, നമ്മുടെ വീട്ടുകാർ നിസ്കരിക്കുന്നവരാവുക, ഭർത്താവ് നിസ്കരിക്കുന്നവരാവുക. ആ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്ത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിൽ നിന്നാണല്ലോ ആരോഗ്യം ഉണ്ടാവുക. ആ ആരോഗ്യത്തെ നമ്മൾ ഇബാദത്ത് ചെയ്യുക. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? ഇബാദത്തുള്ളവരാണ്. ഉമ്മമാരെ, നിസ്കാരത്തിന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദിന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റൂല്ലെങ്കിൽ സുബൈക്ക് ഫർള് നിസ്കാരത്തിനെങ്കിലും ഒന്ന് ചവിട്ടി എഴുന്നേൽപ്പിക്കുക, ഒന്ന് എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കാൻ പറയുക. ആദ്യമൊക്കെ 1-2 ദേഷ്യപ്പെടും, എന്നാലും നിരന്തരം നമ്മൾ പറയുമ്പോൾ ഗതികെട്ടെങ്കിലും നിസ്കരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു തവണ വിളിച്ചു ബഹളം വെക്കും, നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഒന്നുകൂടെ വിളിക്കുക, രണ്ടാമത് വിളിക്കുക, അവസാനം എന്തെന്നറിയോ? ഗതി വല്ലാത്ത ശല്യമായാലും പടച്ചവനെ പറയുമ്പോൾ നിസ്കരിക്കും. ആർക്ക് വേണ്ടി? പടച്ചവന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടി. എന്നാലും വിടരുത്. പുറകെ നടന്നിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് വേണ്ടിയുടെ ഭാര്യയെ പേടിച്ച്, അല്ലെങ്കിൽ ഭാര്യയുടെ ദേഷ്യത്തിന്റെ പുറത്ത്, ഭാര്യയുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഭാര്യയുടെ ശല്യം കാരണം നിസ്കരിച്ച് എന്താവും? അത് പയ്യെ അതൊരു ജീവിതക്രമമായി മാറും. പിന്നെ അത് പടച്ചവനിലേക്ക് ആയിക്കോളും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ മൂന്നാമത്തത്, ലഹരികൾക്ക് അടിമകളുള്ള വീട്. അതായത് കള്ള് കുടിക്കുക, കഞ്ചാവടിക്കുക, അതുപോലെ ലഹരി ഉപയോഗം, അത് ഏതുമാകട്ടെ, അത് കുടിക്കൽ മാത്രമല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കള്ള് കുടിക്കുക അത് തെറ്റാണ്. അത് വാങ്ങുക, വാങ്ങിക്കൊണ്ട് കൊടുക്കുക തെറ്റാണ്. അതുപോലെ അതുമായി ബന്ധപ്പെടുന്ന വാഹനങ്ങൾ ഓടിക്കുക. ഉസ്താദേ, ഞാൻ കുടിക്കാറൊന്നുമില്ല, ബാറിലെ വണ്ടിയാണ് ഓടിക്കുന്നത്, ഒരൊറ്റ തുള്ളി ഞാൻ കുടിക്കൂല. എന്താ കാര്യം? നിനക്കും അതിന്റെ പങ്കുണ്ട്. അല്ലെങ്കിൽ അത് ചുമക്കുന്ന തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, ബാറിൽ ഇറങ്ങുന്ന ലോഡുകൾ ഇറക്കാണ്, അതിന്റെ കൂലിയുണ്ട്. എഴുതുക, കണക്കെഴുതുക ബാറിൽ പാടില്ല. അപ്പൊ കള്ളുമായി ബന്ധപ്പെടുക, ലഹരികളുമായി ബന്ധപ്പെടുക, കഞ്ചാവുമായി ബന്ധപ്പെടുക, ഏതാകട്ടെ. ഉസ്താദേ, ഞങ്ങൾ വല്ലപ്പോഴാ കൂട്ടുകാര് കൂടുമ്പോ ബിയറാ കുടിക്കണേ, ഹറാം. ലഹരി ഉണ്ടോ? ഹറാം. ഉസ്താദേ, ലഹരി ബിയറിൽ അങ്ങനെ കുടിച്ചാൽ ലെക്കൊന്നും കെടൂല. ലെക്ക് കെടലല്ല ലഹരി. ലെക്ക് കെടുക, ബോധം നഷ്ടമാവുക എന്നതല്ല ലഹരി. കള്ള് കുടിച്ചാൽ 4-ാം കാലില്ല, പറയണ എന്താണോ ചെയ്യണം എന്താണോ അറിയില്ല. ബിയർ കുടിച്ചാൽ അങ്ങനെയൊന്നുമില്ല, പറയണൊക്കെ തിരിയും, വയറ്റ് കിടക്കുകയുള്ളൂ. തെറ്റാണ്. അതിന് വൈനായാലും ബിയറായാലും ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവും ഹറാം. കുല്ലു മുസ്കരിൻ ഹറാം, എല്ലാം ലഹരികൾ ഹറാമാണ്. അള്ളാഹു നമുക്കാകട്ടെ. അതുപോലെ അപ്പൊ എത്രണ്ണായി? 3 നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, കുടുംബ ബന്ധം മുറിച്ച ഭർത്താവ് എന്ന് പറഞ്ഞാൽ, കുടുംബ ബന്ധം മുറിക്കാന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കുടുംബക്കാരോട് മിണ്ടൂല. ഭാര്യയുടെ സഹോദരൻ, ഭാര്യയുടെ സഹോദരി, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ, അവരോടൊന്നും പിണങ്ങൂല. അല്ലെങ്കിൽ നമ്മുടെ മൂത്തുമ്മ,
കുഞ്ഞുമ്മ, ഇളയമ്മ, വലിയമ്മ അവരോടൊന്നും പറഞ്ഞില്ല. കുടുംബ ബന്ധം, സിലത്തുർ റഹം, കുടുംബ ബന്ധം. നബി തങ്ങൾ പറഞ്ഞ എന്താ? അവന്റെ ജീവിത വിഭവത്തിൽ ബറക്കത്തുണ്ടാകാൻ, വിശാലതയുണ്ടാകാൻ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകാൻ, സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നബി തങ്ങൾ പറഞ്ഞ സിലത്തുർ റഹം ഫല്യസിൽ റഹ്മ, അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നാണ്. കുടുംബം ആരോട് നമ്മൾ പിണങ്ങരുത്. നമുക്ക് ചിലപ്പോൾ മിണ്ടാൻ, ചിലപ്പോൾ നമ്മളെ കുറിച്ച് മോശം പറയുന്നവരാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളെ കുറിച്ച് മോശം പറയും, നമുക്ക് വ്യക്തമായ തെളിവുകളോടെ നമുക്ക് കിട്ടി, എന്നാലും അവനെ നോക്കി പുഞ്ചിരിക്കണം. നമുക്ക് മനസ്സിൽ കുറച്ച് വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട്, കാണിക്കരുത്, പിണങ്ങരുത്. കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുക, നിങ്ങൾ അവന്റെ തോളിൽ കയറണമെന്നോ അവന്റെ തോളിൽ കൈയിട്ട് നടക്കണമെന്നോ അവന്റെ വീട്ടിൽ പോയി കിടക്കണമെന്നോ ഒന്നുമില്ല. പിണക്കമില്ല എന്നറിയിക്കുക, പിണങ്ങാതിരിക്കുക, അതാണ് മാനദണ്ഡം. അല്ലാതെ ഓനോട് നമ്മളെ കുറിച്ച് ചീത്ത പറഞ്ഞാൽ, നമ്മളെ അപവാദം പറയുന്ന, നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വീട്ടിൽ പോയി ഇരിക്കുക, അവനോടൊപ്പം നടക്കുക, അവനോടൊപ്പം ഭക്ഷണം, അങ്ങനെയൊന്നുമില്ല. അവനോട് പിണക്കമില്ല എന്ന് അവനും മനസ്സിലാവുക, നമുക്കും മനസ്സിലാവും. പിണക്കമൊന്നുമില്ല, നമുക്കറിയാം അവനാണ് നമ്മളെ കുറിച്ച് പറഞ്ഞതെന്ന്. എന്നാണ് കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അത് മതി. അതാണ് മധുരപ്രതികാരം എന്നൊക്കെ പറയില്ലേ, അതാണ്. അവനോട് സലാം പറഞ്ഞേക്കാം, നമുക്ക് ദേഷ്യമൊന്നുമില്ല. ദേഷ്യം മൊത്തം നമ്മുടെ റബ്ബിലേക്ക് വിട്ടുകൊടുത്തേക്കാം. നമ്മൾ പ്രതികാരം ചെയ്താൽ കുറഞ്ഞു പോകും, റബ്ബ് ചെയ്യുന്നിടത്ത് കുറയൊന്നുമില്ല. അത് അള്ളാഹിലേക്ക് തവക്കുലാക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് ജോലിക്ക് പോകാത്ത മടിയനായിട്ടിരിക്കുക, അല്ലെങ്കിൽ ജോലിക്ക് പോകും ചെലവിന് കൊടുക്കാതിരിക്കുന്ന ഭർത്താവുള്ള വീട്ടിൽ ബറക്കത്തില്ല. നമസ്കാരമില്ലാത്ത ഭർത്താവുള്ള വീട്ടിൽ ബറക്കത്തില്ല. ലഹരിക്കടിമകളായ വീട്ടുകാരുള്ള വീട്ടിൽ ബറക്കത്തില്ല. കുടുംബ ബന്ധം മുറിച്ചവരുള്ള വീട്ടിൽ ബറക്കത്തില്ല. ഈ 4 കാര്യം. ഇത് പറയുമ്പോൾ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കും, ഉസ്താദേ നമുക്ക് മാത്രമുള്ള പ്രശ്നമൊന്നും അല്ല, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ സ്വഭാവ ഗുണം പെണ്ണുങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് മനസ്സിലാക്കണം. ഇത് നേരെ തിരിച്ചായാലും അങ്ങനെ തന്നെ. അതായത് ഭർത്താവ് ഭയങ്കര ആചാരാണ്, നിസ്കാരം കൊണ്ട്, പെണ്ണുമ്പോഴൊക്കെ നിസ്കാരമില്ല, കാര്യമില്ല, വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. സ്വാഭാവികം കൂടുതലായും ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ കൂടുതലായും ഈ വിഷയത്തിൽ ആണുങ്ങളാണ് കുറച്ച് പിന്നോട്ട് വരിക. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ആൺമക്കൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ 4 സ്വഭാവങ്ങളിലാണ് എങ്കിൽ അത് മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. മൻ ജദ്ദ വജദാണ്. നമ്മൾ വലിയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരൊന്നും അല്ല. നമ്മൾ ഒരു തവണ പറഞ്ഞ് അവർ കേൾക്കാൻ നമ്മൾ കുറേ തവണ ഇങ്ങനെ നിതാന്തമായി പരിശ്രമിക്കുക. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ എത്തിക്കപ്പെടും. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അള്ളാഹു സ്വീകരിക്കണേ. വലിച്ചു നീട്ടി പറയണില്ല, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ്, ഒരു 12-13 മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് മജ്‌ലിസ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരുടെ ചരിത്രം പാടിപ്പറയുന്ന മജ്‌ലിസും തിബ്ബ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലിയുള്ള മജ്‌ലിസാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ നിങ്ങളുടെ കമന്റുകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. വീട്ടിൽ ബറക്കത്തുള്ളവരായി അള്ളാഹു നമ്മെ പരിഗണിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.